വെൽക്കം വരുവാണ്. ഇത് എൽ ജിയുടെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ പവർ സപ്ലൈ ആണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത് ഓൺ ചെയ്തപ്പോൾ ഓണൊന്നും ആവുന്നില്ല, പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചത്, അപ്പോൾ കണ്ടില്ലേ, ടി വി ഓൺ ചെയ്തിരിക്കുന്നുണ്ട്, ലൈറ്റ് ഒന്നും കത്തുന്നില്ല. അപ്പോൾ പവർ സപ്ലൈയുടെ കപ്പാസിറ്ററിൽ ചാർജ് നിൽക്കും. ഇപ്പോൾ അതാ ഞാൻ ഊരിയിട്ടുണ്ട്, പ്ലഗ് ഊരിയിട്ടുണ്ട്. ഇവിടെ ഈ പവർ സപ്ലൈയുടെ കപ്പാസിറ്റർ കണ്ടില്ലേ, ഇതാ വോൾട്ടേജ് നിൽപ്പുണ്ട്. പവർ സപ്ലൈ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലാണ് അങ്ങനെ വോൾട്ടേജ് നിൽക്കുന്നത്, അല്ലാതെ നിൽക്കില്ല. അല്ലെങ്കിൽ ഒരു 8-9 വോൾട്ട് മാത്രം നിൽക്കും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റിലീസ് ചെയ്ത് കളയണം, കാരണം ബൾബില്ല. ബൾബ് വെച്ചിട്ട് ആണ് റിലീസ് ചെയ്ത് കളയേണ്ടത് വോൾട്ടേജ്. ഇവിടെ ഇപ്പോൾ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ഉണ്ട് ബോർഡിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡ്രൈ സോൾഡർ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഏതൊരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബേസ് ബോർഡും മെയിൻ ബോർഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് അങ്ങ് ഡ്രൈ സോൾഡർ ചെയ്യും മൊത്തത്തിൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഡ്രൈ സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് ചെയ്യണം, അത് ടൈം എടുത്താലും സൂക്ഷിച്ച് ചെയ്യണം. തമ്മിൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പല കംപ്ലയിൻസും കാണിച്ച് കളയും. അപ്പോൾ ഇവിടെ ഡ്രൈ സോൾഡർ ആയിട്ട് കറക്റ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ പവർ ലൈറ്റ് കത്തി ഓൺ ആയിട്ടുണ്ട്, കറക്റ്റ് ഗ്രെയിൻസ് വന്നു. പിന്നെ ഇവിടെ ഈ ഒരു കപ്പാസിറ്ററും ബേസ് ബോഡിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ബൾജായി നിൽപ്പുണ്ട് ടോപ്പ് പോർഷൻ. 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ അത് ബൾജായി നിന്നുകൊണ്ടാണ് മാറ്റിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ല്. പിന്നെ ഷോർട്സ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്, സ്ട്രോംസ് റിപ്പയറിൽ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.